ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പെൺകുട്ടികൾ ഇപ്പോൾ വിദ്യാഭ്യാസം നേടി എല്ലാ മേഖലയിലും അവർ അവരുടേതായ സാന്നിധ്യം ഉറപ്പിച്ചു. അവർക്ക് മനസ്സിലായി, ഇപ്പോ അവർക്കൊക്കെ ഒരു സ്വത്വബോധം വന്നു, വ്യക്തിത്വ വികാസം വന്നു. ഈ രാജ്യത്തിന്റെ നിയമങ്ങളെക്കുറിച്ച്, നീതിയെക്കുറിച്ചിട്ടൊക്കെ നല്ല ഒരു ബോധം വന്നു. മുമ്പ് അടുക്കളയിലെ കരിയിലും പുകയിലും മാത്രം ജീവിച്ചിരുന്ന പെൺകുട്ടികൾക്ക് ഇങ്ങനെ വിശാലമായ ഒരു ലോകം പുറത്തുണ്ട് എന്ന് അറിയുമായിരുന്നില്ല. ഞാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വിവാഹ ജീവിതത്തിൽ കട്ടിച്ച് പിടിച്ച് ജീവിച്ചത്. ഒരു വിവാഹമോചനത്തിന് വേണ്ടി ഇറങ്ങാത്ത പടികളില്ല, കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. ഞാൻ ആദ്യം പള്ളി മഹല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ സിംഹാസനം കുലുങ്ങും ഭൂമിയിൽ ഒരു വിവാഹമോചനം നടന്നാൽ. അപ്പം നമ്മളെയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയിട്ട് വേണമല്ലോ പടച്ചവൻ അവിടെ അമർന്നിരിക്കാൻ. ശരി, ആദ്യം അവിടെ തുടങ്ങുവാണ് എനിക്ക് പടച്ചവനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ. വേണ്ട. പിന്നീട് വീട്ടുകാരെ അപ്രോച്ച് ചെയ്തപ്പോഴും നമുക്കൊരിക്കലും ഒരു ആശ്വാസകരമായ സമീപനം കിട്ടിയില്ല തുടക്കത്തിലൊന്നും. പക്ഷെ അന്നൊരു പക്ഷെ അവർ വിചാരിച്ചിരുന്നെങ്കിൽ അത്രയും കണ്ണീരിൽ കുതിർന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാതെ എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ചിന്താഗതി നമുക്കറിയില്ല. ഇങ്ങനെ വിശാലമായ ഒരു ലോകം പുറത്തുണ്ടെന്നും ഇങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിരവധി സമാന ദുഃഖിതർ നമുക്കിടയിലുണ്ടെന്ന് നമുക്ക് അന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഇന്ന് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന ഏത് സംഭവ വികാസങ്ങളെക്കുറിച്ചും നമുക്കിന്ന് അറിയാൻ കഴിയുന്നു. അന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും വീടുകളിൽ ഒരു ഫോൺ ഉണ്ടാവും, അതാരെങ്കിലും വിളിച്ചാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാകും, പിന്നെ നമ്മൾ പോയി കാത്തിരിക്കണം, അവർ അങ്ങനെ വിളിക്കാം. അങ്ങനത്തെ ഒക്കെ ലാൻഡ് ഫോൺ സംവിധാനങ്ങളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതും സാമ്പത്തിക ശേഷിയുള്ളവർക്ക് മാത്രമേ അതും വയ്ക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പൊ ഇന്ന് പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടി, സാമ്പത്തിക സ്വാതന്ത്ര്യം നേടി, എല്ലാ മേഖലകളും തനിക്ക് വഴങ്ങും എന്നവര് തെളിയിച്ചു. നൈപുണ്യം നേടിയതുകൊണ്ട് തന്നെ അവർക്ക് സംസാരിക്കാനും അവർക്ക് ഇടപഴകാനും ഏത് തൊഴിൽ വേണമെങ്കിലും തെരഞ്ഞെടുത്ത് അവരുടെ സ്വതന്ത്രമായ ജീവിതം ഡെവലപ്പ് ചെയ്യാനും അവർ പഠിച്ചു. ഇന്ന് അവരെ അടിമകളാക്കി കിട്ടത്തില്ല. ഇതിപ്പോ ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു സ്കൂട്ടർ വീട്ടിൽ നിർത്തിയിട്ട് ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ആ സ്ത്രീയെ കൊണ്ട്. കമ്മ്യൂണിറ്റി ഗേറ്റ് ലൈൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഞാൻ കാണിക്കാതെ. അപ്പോൾ ഇവരുണ്ട് ഓടിക്കാണ് അടിച്ച്, ഇവരും ഇവരുടെ മക്കളും എല്ലാം കൂടി. വയസ്സുകാലത്ത് അയാൾക്ക് വേറെ കെട്ടണം, ഈ സ്ത്രീയെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ സ്ത്രീകൾ പ്രതികരിക്കാൻ പഠിച്ചു. അതുകൊണ്ട് അവർക്ക് മനസ്സിലായി, വിവാഹമല്ല ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. വിവാഹത്തിനും പുറത്ത് പല ലക്ഷ്യങ്ങളുമുണ്ട്. ഒന്ന്, വിദ്യാഭ്യാസം നേടിയെടുക്കണം. 2, ഒരു തൊഴിൽ നേടിയെടുക്കണം. 3, സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കണം. എന്നാലാണ് നമുക്കെവിടെയും അഭിപ്രായം ഉണ്ടാവുക. ഇപ്പൊ മുസ്ലിം ഉസ്താദുമാര്, മുസ്ലിയാക്കന്മാര് പൊതുവേദികളിൽ വന്ന് കരയുന്നത് എന്താണെന്നറിയാമോ? പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. അവർക്ക് അടിമ ജീവിതം നയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. മുസ്ലിം പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും ഒരു പരിധിവരെ നല്ല ബോധവാന്മാരാണ്. ഞങ്ങളുടെ വീട്ടില് ഞങ്ങളെല്ലാവരും കൂടി സംയുക്തമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാം. ഞങ്ങളുടെ വീട്ടിൽ സെർവൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഉണ്ട്, മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരാൾ അടിച്ചു വാരും, ഒരാൾ തുടയ്ക്കും, ഒരാൾ തുണി കഴുകും, ഒരാൾ പച്ചക്കറി അരിഞ്ഞു തരും. ഞാനാണെങ്കിൽ എനിക്ക് കൈക്കൊക്കെ പ്രയാസമുള്ള ആളാണ്, നടുവിനും പ്രശ്നമുള്ള ആളാണ്. അപ്പോൾ ഞങ്ങൾ ഇക്കായും മക്കളും ഞങ്ങളെല്ലാവരും കൂടിയാണ് എല്ലാം ചെയ്യുക. ഇത് കണ്ടാൽ ഞങ്ങളുടെ വീട്ടിലുള്ള 2 ഉമ്മാമാർക്കും തീരെ സഹിക്കില്ല. ഞങ്ങളാരും ആൺകുട്ടികളെ കൊണ്ട് പണിയെടുപ്പിച്ചിരുന്നില്ല. അതെന്താ, ആൺകുട്ടികൾ പണിയെടുത്താൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? അവർക്ക് അങ്ങനെ ഒരു ചിന്തയാണ്. അപ്പൊ എൻ്റെ മക്കൾ പറയും, അവര് പാകമായിട്ടില്ല ഇപ്പോഴും പൊതുസമൂഹത്തോട്. സാരമില്ല, ദോശയ്ക്ക് കലക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മൂത്ത മോൻ പറയും, എന്നാ പിന്നെ അമ്മ പോയിട്ട് വീഡിയോ ചെയ്തോ,
ദോശ ഞാൻ ഉണ്ടാക്കിക്കോളാം. അപ്പം ഞാനില്ലെങ്കിൽ അവൻ നെയ്ച്ചോറും ചിക്കൻ കറിയോ അല്ലെങ്കിൽ പരിപ്പ് കറിയോ ഒക്കെ ഉണ്ടാക്കി അവർക്ക് എല്ലാവർക്കും കൊടുക്കും. വീടൊക്കെ വൃത്തിയാക്കും. കഴിക്കുന്ന പാത്രങ്ങൾ അവർ തന്നെ കഴുകി വെക്കും. തുണികൾ അവർ തന്നെ കഴുകും. വാഷിംഗ് മെഷീനിൽ തുണി കഴുകിയാൽ അവർ തന്നെ കൊണ്ടുപോയി വിരിച്ചിടും. അവനവൻ്റെ തുണികൾ എടുത്ത് മടക്കി അവനവൻ്റെ കബോർഡുകളിൽ കൊണ്ടുവയ്ക്കും. അപ്പം ഇതൊക്കെ ചെറുപ്പത്തിലേ നമ്മൾ പരിശീലിപ്പിക്കുന്നതാണ്. ഇത് ആരും ആർക്കു വേണ്ടിയിട്ടും ഒന്നും ചെയ്യാൻ നിയുക്തരായിട്ടുള്ള ആളുകളല്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ ചെയ്താൽ എന്താ കുഴപ്പം? അപ്പം ഇങ്ങനെ ആൺകുട്ടികളെ വീടുകളിൽ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അതായത് പെൺകുട്ടികൾ തന്നെ എല്ലാം ആൺകുട്ടികൾക്ക് ചെയ്തു കൊടുക്കണം. മക്കളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ അതൊന്നും എല്ലായിടത്തും നടപ്പുള്ള സംഗതികളല്ല. അപ്പം പെൺകുട്ടികൾ ആരുടെയൊക്കെയോ അടിമകളാണ്. മീൻ വെട്ടുന്നത് പെൺകുട്ടികൾ. എൻ്റെ വീട്ടിൽ ചെമ്മീനൊക്കെ കൊണ്ടുവന്നാൽ ആൺകുട്ടികൾ വൃത്തിയാക്കാറുണ്ട്. അപ്പം പെൺകുട്ടികളാണ് മീൻ വെട്ടേണ്ടത്, വീടടിച്ചു വാരേണ്ടത്, തുടയ്ക്കേണ്ടത്, തുണി കഴുകേണ്ടത്. ഇതൊക്കെ സ്ത്രീകളുടെ തലയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതാണ് എന്ന ഒരു പൊതുബോധം നമ്മുടെ നാട്ടിൽ എങ്ങനെയൊക്കെയോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് മാറണ്ടേ? ആ ഒരു സാഹചര്യത്തെ പരിതപിച്ചു ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പൊ ഇപ്പൊ ഉസ്താദുമാര് പറയുന്നത് പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. ഇപ്പൊ ആൺകുട്ടികളും ഒരു പരിധി വരെ അവര് വിദ്യാസമ്പന്നരായിട്ടുണ്ടെങ്കിൽ പോലും അവരുടെയും തലച്ചോറിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതബോധമുണ്ടല്ലോ, അത് അത്ര പെട്ടെന്നൊന്നും വിട്ടുമാറത്തില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ വിവാഹത്തിനോടുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു. നമ്മുടെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ചും നല്ലത് ഓരോ ന്യായം പറഞ്ഞിട്ട് അവർ കല്യാണം മുടക്കിക്കൊണ്ടേയിരിക്കും. എനിക്ക് പഠിക്കണം എന്ന് പറയും കുറെ കാലം. അവർക്ക് ഫ്രീഡം വേണം. മനുഷ്യരെ പോലെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധ രംഗത്താണ് അവര്. കാരണം പുരുഷൻ ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പുരുഷന്റെ ഇഷ്ടത്തിനനുസരിച്ച് വസ്ത്രം വരെ ധരിക്കാൻ പറ്റൂ. പുരുഷൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കണം. അവൻ ഇഷ്ടപ്പെടുന്ന ജോലി, അവൻ ഇഷ്ടപ്പെട്ടാൽ മാത്രം പെണ്ണിന് പഠിക്കാൻ പോകാം. പഠിക്കാൻ പോകാൻ പറ്റുമോ? അതുവരെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ മാതാപിതാക്കള് പിന്നീട് ഇന്നലെ കെട്ടിച്ചു കൊടുത്ത പയ്യനോട് ചോദിക്കണം, എൻ്റെ മോള് ജോലിക്ക് പോട്ടെ, കുഴപ്പമുണ്ടോ? ഞങ്ങളുടെ വീട്ടിലുമുണ്ട് കമ്പ്യൂട്ടർ എഞ്ചിനീയർമാര്. ഭർത്താവിന്റെ ഉമ്മയോട് സമ്മതം ചോദിക്കും, വീട്ടിലൊരു 4 കുട്ടിക്ക് ട്യൂഷൻ എടുത്തോട്ടെ. എന്താലേ അവർക്കറിയാം, കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ പറ്റില്ല, പിന്നെ പെറാനേ നേരമുണ്ടാകൂ, പേറാനും. കാരണം കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ പോയി നാത്തൂമാരെ തൃപ്തിപ്പെടുത്തണം, അനിയന്മാരെ, ചേട്ടന്മാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ അവരെ, നാത്തൂമാരുണ്ടെങ്കിൽ അവരെ, അവരുടെ മക്കളെ, പിന്നെ അമ്മായിയമ്മയെയും അമ്മായിയപ്പനെയും, പിന്നെ കെട്ടിയോന്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ല. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് ഇന്ന് നല്ല വകതിരിവുണ്ട്. ഒരറ്റത്തോളം പഠിപ്പത്തേരി കല്യാണം കഴിക്കാന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഉത്തരവ് പറയും, എനിക്ക് ജോലി കിട്ടണം എന്ന് പറയും. ഇവിടെ എവിടെയും ജോലിക്ക് പോയിക്കോ, അത് പറ്റൂല, എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണം. കല്യാണം കൊടുക്കാനുള്ള ഒരു ഉദാഹരണമാണ്. ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏകദേശം നേരെ തുടങ്ങണം. അതുവരെ മനോരമന്റെയും മാതൃഭൂമിന്റെയും തൊഴിൽ വാർത്തയും തൊഴിൽ വേദിയിലും വരുന്ന എല്ലാ ഫോമും പൂരിപ്പിച്ച് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇന്റർവ്യൂ നടക്കണം, PSC പാസ്സാവണം. PSC പാസ്സായിട്ട് ഷോർട്ട് ലിസ്റ്റ് പെടണം. ഷോർട്ട് ലിസ്റ്റ് പെട്ട് 5 കൊല്ലമൊക്കെ കാത്തിരുന്ന ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോഴേക്കത് നിയമം മാറിയിട്ട് ആ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ആടക്കണമെന്ന് പറയും. സംഭവം എന്താണ്? കല്യാണത്തിന് താല്പര്യമില്ല, ഓരോ ഉദാഹരണം. ഇനി എല്ലാം തരണം ചെയ്ത് ഒരു പുതിയപ്പളെ കാണാൻ വന്നു നിർത്തിക്കോളൂ, 100 കുറ്റം പറഞ്ഞിട്ട് വെറ്റങ്ങൾ അതിനാണ് ശരിയാക്കി വിടും. ഒന്നും പറ്റൂല. ചിലപ്പോ ഒരു ചാക്ക് ചിപ്സ് വാങ്ങി കുഴങ്ങും രക്ഷിതാവ്. ഇതൊക്കെ കൊടുത്തു തീർത്താലും പെണ്ണിനൊരാണിനെ പറ്റൂല. കാരണം അവൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല. പുതിയ ട്രെൻഡാണ് ഞാൻ ഈ പറയണത്. പെണ്ണ് വിചാരിച്ച മുടങ്ങൂലേ? എന്റെ 10ാം ക്ലാസ്സിൽ വരുന്ന സാധു പയ്യൻ, നല്ല ദീനിയാണ്, നല്ല ജോലിയുണ്ട്, അവന് നല്ല വിദ്യാഭ്യാസം. അത് തന്നെ അവന്റെ കുറവ്. പെണ്ണിപ്പം കൂടി ഇന്റർവ്യൂ ആണ്. ഈ പൊതുജീവിതത്തിനിടയിൽ അവന്റെ ഏറ്റവും വലിയ അവനെ ഡിസ്ക്വാളിഫൈഡ് ആക്കുന്നത് എന്താ? ഭയങ്കര ദീനിയാണ്. അത് വേണ്ടെന്നേ. ഇത് മതരാജ്യമല്ലല്ലോ. അവന്റെ സ്വകാര്യതകളിൽ അവൻ ദീനി ആയിക്കോട്ടെ. അവൻ പൊതുജീവിതത്തിലേക്ക് അവന്റെ ദീനും മതവും മതചിന്തയും ഒക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ മറ്റുള്ളവരും അങ്ങനെ തന്നെ ആകണം എന്നവൻ ആഗ്രഹിക്കും. അവിടെയാണ് പ്രശ്നത്തിന്റെ തുടക്കം. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പെണ്ണ് വെച്ച് നിങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയോ? ആ പയ്യൻ പറഞ്ഞു, ഞാൻ സ്കൂട്ടി ഓടിക്കും. അപ്പോൾ നമ്മൾ ചിരിച്ചോളൂ, സ്കൂട്ടി ഓടിക്കും. ഇനിയിപ്പോ അവിടെ കെട്ടാനോ, ചായ എടുക്കാനോ, ജിലേബി തിന്നാനോ, ചിപ്സ് നിക്കത്തില്ല. ആത്മാഭിമാനമുള്ളത് നിക്കത്തില്ല. അല്ല, ഈ കാലഘട്ടത്തിൽ ബൈക്ക് ഓടിക്കാൻ അറിയാത്ത, സ്വന്തമായിട്ട് ബൈക്കില്ലാത്ത പയ്യന്മാരെയൊന്നും പെൺകുട്ടികൾക്ക് വേണ്ട. അത് സത്യ. ഓരോ കാരണം ഉണ്ടാക്കിയിട്ട് അവർ കല്യാണം മുടക്കാണ്. ഞാൻ കുട്ടികളെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്, അവരെ പറഞ്ഞു പറ്റിച്ചതാണ്. കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അല്ല, പറഞ്ഞു പറ്റിച്ചതല്ല. ഒരുപാട് ആളുകളുടെ അനുഭവ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ
അവർ പഠിച്ചു പാകമായി. നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇത് ഉണ്ടാകണമെന്നില്ല. അവരുടെ കൂട്ടുകാര് വിവാഹിതരായി അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ഭർത്താവ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അവരെ അടിമ ജീവിതം നയിക്കുന്നത്, സമർത്ഥമായി പഠിക്കുന്ന പെൺകുട്ടികളെ പിടിച്ച് കെട്ടിച്ചു വിട്ടിട്ട് അടുത്ത വർഷം ഒരു കുഞ്ഞിനെയും ഇടുപ്പിലാക്കി കൊണ്ട് നടക്കുന്ന കാണാം. അയ്യോ, പഠനത്തിൽ നീ സമർത്ഥയായിരുന്നല്ലോ, പറ്റിയില്ല എനിക്ക് പഠിക്കാൻ. പിന്നീട് അവളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് മക്കളിലൂടെയാണ് ശ്രമിക്കുന്നത്. അവിടെയും മതം കടന്നു വരും. ഒരു 18, 15, 16 വയസ്സ് കഴിഞ്ഞാൽ ഈ മലബാർ മേഖലകളിൽ കല്യാണങ്ങൾ ആലോചിച്ചു തുടങ്ങും. അപ്പൊ ഇതൊക്കെ കണ്ട് പെൺകുട്ടികളുടെ ഭാവി നശിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്കിപ്പോൾ വിവാഹം വേണ്ട എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നത്. നന്ദി.